നമസ്കാരം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദത്തിലായ നീറ്റ് യുജി പരീക്ഷ വീണ്ടും നടക്കാനിരിക്കെ ആശങ്കയിൽ കഴിയുന്നത് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനവുമാണ്. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതോടെ കഠിനാധ്വാനത്തിലൂടെ സ്വപ്നങ്ങൾ നെയ്ത വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തിനാണ് ഏറ്റവും വലിയ മുറിവേറ്റത്. ചോദ്യപേപ്പർ ചോർന്നവർക്ക് യാതൊരു മാനസിക സമ്മർദ്ദവും ഇല്ലെന്ന തോന്നലാണ് സമൂഹത്തിനുള്ളത്. എന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനിശ്ചിതത്വത്തിന്റെയും ആശങ്കയുടെയും നടുവിലാണ്. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകാൻ പോലും അധികാരികൾക്ക് കഴിയുന്നില്ല. ചോർച്ചയ്ക്കും ക്രമക്കേടുകൾക്കും പിന്നാലെ ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നതും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതുമാണ് കേന്ദ്രത്തിന്റെ പ്രധാന ശ്രദ്ധയെന്ന പ്രതീതി ശക്തമാണ്. എന്നാൽ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തി വിശ്വാസ്യത പുനഃസ്ഥാപിക്കുകയാണ് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റിയ അനിശ്ചിതത്വം രാജ്യത്തെ ഒരു പരീക്ഷാ പേടിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ലോകം നോക്കി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസ്യതയും സുതാര്യതയും സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂരിന് വമ്പൻ പദ്ധതികൾ ഒന്നും ലഭിച്ചില്ലെന്ന വിമർശനം ശക്തമാകുന്നു. മണ്ഡലത്തിനായി ആകെ 32 കോടി 2 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ മാത്രം. സ്കൂൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. എറിയാട് സ്വദേശിയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങളും വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണവും പോലീസ് പിടിച്ചെടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കും നഴ്സിനും നേരെ അതിക്രമം. ആളൂർ സ്വദേശികളായ ഡെൽവിൻ, സുജിത്ത് എന്നിവരെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂരിന് വമ്പൻ പദ്ധതികളൊന്നും ലഭിച്ചില്ലെന്ന വിമർശനം ശക്തമാകുന്നു. പുതിയ MLAയും മന്ത്രിയുമായ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ വലിയ വികസന പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിന് ലഭിച്ചത് പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വകയിരുത്തലുകളാണ്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിനായി 32 കോടി 2 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് MLA ഓഫീസ് അറിയിച്ചു. എന്നാൽ മണ്ഡലം പ്രതീക്ഷിച്ച വമ്പൻ പദ്ധതികളോ പാതി വഴിയിൽ നിലച്ച പദ്ധതികളുടെ പുനരുജ്ജീവനമോ ബജറ്റിൽ ഇടം പിടിച്ചില്ലെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. കൊടുങ്ങല്ലൂരിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വൈന്തരയിൽ പുതിയ കിണർ, പമ്പ് ഹൗസ്, ജലശുദ്ധീകരണ പ്ലാന്റ്, പൈപ്പ് ലൈൻ എന്നിവ സ്ഥാപിക്കുന്നതിനായി 7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ കടാക്കുളം നവീകരണത്തിനും മാള പഞ്ചായത്തിലെ കടിക്കാട്ടുചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കുമായി 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാള മൾട്ടി GP ജലനിധിക്ക് 10 കോടി രൂപയും കുഴൂർ കുണ്ടൂർ PWD റോഡിന്റെ ബാക്കി ഭാഗം ടാറിംഗ് ചെയ്യുന്നതിന് 1 കോടി രൂപയും അനുവദിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തോട് ചേർന്നുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് 1 കോടി 17 ലക്ഷം രൂപയും വിവിധ റോഡ് വികസന പ്രവർത്തനങ്ങൾക്കായി 35 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നമേട പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണത്തിനായി 2.5 കോടി രൂപയും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും അനുവദിച്ചു. പുതിയ MLAയും മന്ത്രിയുമായ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ വരും ബജറ്റുകളിൽ മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് സാങ്കേതിക അനുമതി നേടി കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമോ എന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം. മീഡിയ ടൈം മാള. സ്കൂൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. എറിയാട് സ്വദേശിയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങളും വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണവും പോലീസ് പിടിച്ചെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കിയ കൊടുങ്ങല്ലൂർ പോലീസിന് നിർണായക നേട്ടം. എറിയാട് അത്താണി സ്വദേശി വടക്കേ വീട്ടിൽ അബ്ദുൾ ഹക്കീമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായത്. മാടവന വൈദ്യർ ജംഗ്ഷന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നിരീക്ഷണവും പരിശോധനയും. നിരോധിത ഉൽപ്പന്നങ്ങൾ വിറ്റ് അനധികൃതമായി സമ്പാദിച്ച 15,165 രൂപയും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു. NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SI-മാരായ ഷാജു OG, അറാഫത്ത്, GS, CPO ഷമീർ, CPO-മാരായ അമൽദേവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.
ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കും നഴ്സിനും നേരെ അതിക്രമം. ആശുപത്രി ഉപകരണങ്ങൾ തകർക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശികളായ ഡെൽവിൻ, സുജിത്ത് എന്നിവരെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും നഴ്സിനെയും അസഭ്യം പറയുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേർ ആളൂർ പോലീസിന്റെ പിടിയിലായി. ആളൂർ സ്വദേശികളായ ഡെൽവിൻ, സുജിത്ത് എന്നിവരെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. റോഡപകടത്തിൽ കാലിന് ചെറിയ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ ഇരുവരും തങ്ങൾക്ക് ആദ്യം ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയുമായിരുന്നു. ബഹളം കേട്ടെത്തിയ ഡ്യൂട്ടി ഡോക്ടറോടും പ്രതികൾ മോശമായി പെരുമാറിയതായാണ് പരാതി. തുടർന്ന് അക്രമാസക്തരായ പ്രതികൾ നഴ്സിംഗ് റൂമിലെ കസേരകൾ മറിച്ചിടുകയും മേശപ്പുറത്തുണ്ടായിരുന്ന മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഡോക്ടറുടെയും നഴ്സിന്റെയും ചിത്രങ്ങളും വീഡിയോകളും അനുവാദമില്ലാതെ മൊബൈൽ ഫോണിൽ പകർത്തിയതായും പോലീസ് അറിയിച്ചു. ആശുപത്രി അധികൃതരുടെ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ആളൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾക്കും പുറമെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആളൂർ പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, ആളൂർ. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം മാളയിൽ വ്യത്യസ്തമായ ആഘോഷമായി മാറി. ഒരു ദിവസത്തേക്ക് സ്കൂൾ യൂണിഫോമിന് പകരം വിവിധ രാജ്യങ്ങളുടെ ഫുട്ബോൾ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് സ്കൂളിൽ എത്തിയതോടെ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ വർണ്ണാഭമായി. ഫിഫ ഫെസ്റ്റ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആവേശത്തോടെ പങ്കുചേർന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലും നിറഞ്ഞു. ഒരു ദിവസത്തേക്ക് സ്കൂൾ യൂണിഫോമിനോട് വിട പറഞ്ഞ് വിവിധ രാജ്യങ്ങളുടെ ഫുട്ബോൾ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് 3500-ലധികം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത്. അധ്യാപകർ മുതൽ സ്കൂൾ ബസ് ഡ്രൈവർമാർ വരെ ജേഴ്സി അണിഞ്ഞ് ആഘോഷങ്ങളിൽ പങ്കാളികളായി. ഫിഫ ഫെസ്റ്റ് ആഘോഷങ്ങളുടെ ഭാഗമായി വേൾഡ് കപ്പ് ട്രോഫിയുടെ അനാവരണം, വിവിധ ടീമുകളെ പ്രതിനിധീകരിച്ചുള്ള അവതരണങ്ങൾ, ചിയർ ഡാൻസുകൾ, ഫസ്റ്റ് കിക്ക് ഓഫ്, ഫ്ലാഷ് മോബ് തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഗാലപ്പോളിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകൾക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. തുടർന്ന് ഈ ടീമുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരവും അരങ്ങേറി. ഗ്വാളിയൂരിലെ ലക്ഷ്മിഭായ് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തിയ പരിശീലകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ക്യാമ്പിന് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ഡോക്ടർ PN ഗോപകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ റുബീന അമീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. മീഡിയ ടൈം, മാള. ഫിഫ ലോകകപ്പ് 2026ന്റെ ആവേശം കലയും ഫാഷനും ചേർന്ന് ആഘോഷിച്ച് മാള കാർമൽ കോളേജ് ഫൈൻ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവ ലാ ഫ്യൂഷൻ ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത അവതരണങ്ങളാൽ ശ്രദ്ധേയമായി. വൺ വേൾഡ്, വൺ ഗെയിം, വൺ പാഷൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫിഫ ലോകകപ്പ് 2026 പ്രമേയമാക്കി മാള കാർമൽ കോളേജ് ഫൈൻ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിവ ലാ ഫ്യൂഷൻ ഫെസ്റ്റ് ശ്രദ്ധേയമായി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും കായിക ആവേശവും ഫാഷൻ അവതരണങ്ങളിലൂടെ വിദ്യാർത്ഥികൾ വേദിയിലെത്തിച്ചു. രാജ്യങ്ങളുടെ പതാകകളും നിറങ്ങളും പാരമ്പര്യ ഘടകങ്ങളും ഫുട്ബോൾ ആവേശവും സമന്വയിപ്പിച്ച വസ്ത്രാലങ്കാരങ്ങളായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. വൺ വേൾഡ്, വൺ ഗെയിം, വൺ പാഷൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കലാപ്രതിഭയും പ്രദർശിപ്പിച്ച പരിപാടിയിൽ ലോകകപ്പ് പ്രമേയത്തിലുള്ള വ്യത്യസ്ത വേഷവിധാനങ്ങളും സൃഷ്ടിപരമായ അവതരണങ്ങളും അരങ്ങേറി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി, ഫൈൻ ആർട്സ് കോർഡിനേറ്റർമാരായ രാജേശ്വരി PK, പ്രസൂൺ TP, ജിസ ഫ്രാൻസിസ്, മെഡ്ലിന ജോളിഷ്, സുഹ്റിൻ, ആരതി സുരേന്ദ്രൻ, യൂണിയൻ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മീഡിയ ടൈം, മാള. അഷ്ടമിത്ര GSHSS വിജയോത്സവം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷം നമ്മുടെ ഈ കാലമത്രയും നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച വിദ്യാർത്ഥികൾ 10 പാസ്സായി പോകുന്ന ഒരു ആഘോഷം കൂടിയാണ്. ഒരുപാട് നിങ്ങളെ ഈ ഇത്തരത്തിൽ എത്തിക്കുന്നതിന് നമ്മുടെ ഈ സ്കൂളിലെ HM അടക്കം ടീച്ചർമാരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കഷ്ടപ്പെട്ടതിന് പരിണത ഫലമാണ് ഇന്ന് നമ്മൾ ഈ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.
അപ്പൊ ചിലപ്പോൾ ടീച്ചർമാര് നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുണ്ടാവും. ഇതെല്ലാം അവർ പറയുന്നത് അവർക്ക് വേണ്ടിയല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഓർക്കണം, സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ള ഓർക്കണം. സ്കൂൾ മാനേജർ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മാള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ജിനേഷ് മുഖ്യാതിഥിയായി. US ജയലക്ഷ്മി, ഡോക്ടർ അനീഷ ഡേവിസ്, വാർഡ് മെമ്പർ രേഖ പ്രജോത്, PS അഭിലാഷ്, സന്ധ്യ പ്രതീഷ്, കെ മധു, ജി സേതുലക്ഷ്മി, KP പ്രസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂരിന് വമ്പൻ പദ്ധതികൾ ഒന്നും ലഭിച്ചില്ലെന്ന വിമർശനം ശക്തമാകുന്നു. മണ്ഡലത്തിനായി ആകെ 32 കോടി 2 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ മാത്രം. സ്കൂൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. എറിയാട് സ്വദേശിയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങളും വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണവും പോലീസ് പിടിച്ചെടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കും നഴ്സിനും നേരെ അതിക്രമം. ആളൂർ സ്വദേശികളായ ഡെൽവിൻ, സുജിത്ത് എന്നിവരെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.